എഡ്യൂക്കേഷൻ പോളിസി നമ്മളെ കുട്ടികൾക്ക് എത്രയോ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്ന ഒരു പോളിസിയാണ്. അതിൽ സ്കില്ലിംഗ് 6ാം സ്റ്റാൻഡേർഡ് മുതൽ സ്കില്ലിംഗ് കരിക്കുലമിൽ ഉൾപ്പെടുത്തിയ ഒരു എഡ്യൂക്കേഷൻ പോളിസിയാണ്. അതിൽ ക്രെഡിറ്റ് ഫ്രെയിം വർക്ക് ഉണ്ട്. കുട്ടികൾ ഇന്ന് ഇവിടെ ഒരു കൊല്ലം സ്കൂൾ ഡ്രോപ്പ് ഔട്ടായിട്ട് ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ട് സ്കൂൾ മടങ്ങി വരണമെന്ന് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടെങ്കിൽ അത് സാധിക്കും. സ്കൂളിൽ നിന്ന് വിട്ട് ഇനി 5-6 കൊല്ലം കഴിഞ്ഞിട്ട് കോളേജിൽ അഡ്മിഷൻ വേണമെന്ന് അങ്ങനെ ആഗ്രഹിച്ചാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ അതിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കോളേജ് പോയില്ല എന്ന് വിചാരിക്കൂ, 6 കൊല്ലം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വഴി കഴിവ് സ്കില്ലിംഗ് ഒരു കരിക്കുലം അത് പങ്കെടുത്തിട്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും 6-8 കൊല്ലം ഇവർ ചവിട്ടി വെച്ചിരിക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്. ആര്? നമ്മൾ പിണറായി വിജയൻ സാറും ശിവൻകുട്ടിജിയും. അപ്പോൾ ഇത് എന്തിനു ചെയ്തു? അതിൻ്റെ ഒരു ഡയറക്റ്റ് ഫലമായിട്ടല്ല നമ്മളിന്ന് കാണുന്നത്. കുട്ടികളെല്ലാം നാടിന് പുറത്തു പോയി പഠിക്കുന്നു. കോളേജസിൽ ഇന്നും ഇവിടെ 30% സീറ്റ് വേക്കൻ്റ് ആണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കുട്ടികൾക്ക് എത്രയോ നല്ലൊരു പോളിസിയാണ്. അവരുടെ ഭാവിക്കും അവർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കാനൊരു പോളിസിയാണ്. അതിനെ എവിടെ ചവിട്ടി വെച്ചിരിക്കുകയായിരുന്നു ഇതുവരെ. ഇപ്പോഴാണ് 3 മാസം ഇലക്ഷൻ വരുന്ന മുമ്പ് വിദ്യാഭ്യാസം ഒരു കൃത്യമായ ഒരു ഇഷ്യൂ ആവും എന്ന് കണ്ടു പേടിച്ചിട്ടാണ് ഈ സർക്കാർ ഇപ്പോൾ പറയുന്നത് PM ശ്രീ സ്കൂളും വേണം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും വേണം. അല്ല, അതിപ്പോൾ എല്ലാത്തിലും അങ്ങനെയല്ലേ. കൃഷി മേഖലയിലും അങ്ങനെയാണ്. ആശാ വർക്കേഴ്സിൻ്റെ ശമ്പളത്തിനെ കുറിച്ച് ചോദിച്ചാൽ അങ്ങനെയാണ്. ഇത് അവർ ഒരു സ്ഥിതി ഉണ്ടാക്കി വെച്ചിരിക്കില്ലേ. 10 കൊല്ലം കടമെടുക്കാണ്ട് ഈ സർക്കാരിന് ഒന്നും മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥിതി ആരാണ് സൃഷ്ടിച്ചത്? 10 കൊല്ലം ഇവിടെ ഭരിച്ചത് ആരാണ്? ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, സർക്കാർ ഉണ്ടായിരുന്നു, CPM ആയിരുന്നു. അപ്പോൾ ഒരു ഇക്കണോമിനെ തകർത്ത് വെച്ച ഒരു സർക്കാർ ഇന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ വികസനം, ഇക്കോണമി, വിദ്യാഭ്യാസം, തൊഴിൽ ഇതെല്ലാമായിരിക്കും പ്രധാനപ്പെട്ട ഇഷ്യൂസ്. അതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായി മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഇതുവരെ ഈ ഓരോരോ വിഭജിക്കുന്ന ഒരു നറേറ്റീവും സെക്യുലറിസം, ഒരു ഫേക്ക് സെക്യുലറിസം അതെല്ലാം അപ്പോൾ തകർന്നു പോയല്ലോ. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും അവരെല്ലാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾക്ക്. അപ്പോൾ ഇനി വരുന്ന ഇലക്ഷന് വികസനം, ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, വിദ്യാഭ്യാസം, അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം, തൊഴിൽ, വിലക്കയറ്റം ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ. ചർച്ച ചെയ്യാൻ പോകുന്ന ഇഷ്യൂ ഇതെല്ലാമാണ്. ഇത് നമ്മുടെ സഖാമാർക്ക് നന്നായിട്ട് കൃത്യമായി ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം ഒരു കോഴ്സ് കറക്ഷൻ. ഒരു 3 മാസം 9 കൊല്ലം 9 മാസം ഒന്നും ചെയ്യാത്ത സർക്കാർ ഇന്നിപ്പോൾ ഇലക്ഷന് 3 മാസം മുമ്പേ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. ബുദ്ധി, ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു, ബിലേറ്റഡ് വിസ്ഡം ഡോണിങ്. 9 കൊല്ലം 9 മാസം കഴിഞ്ഞിട്ടാണ് ബുദ്ധി ഇപ്പോൾ അവരുടെ സ്വിച്ച് ഓൺ ആവുന്നത്. ഇല്ല, എന്താണ് അതിൽ വിവാദം? അത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. ഞങ്ങൾ അതിനെക്കുറിച്ച് നിലപാട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ നാടിൻ്റെ സെക്യുലറിസമും ഈ നാടിൻ്റെ സമാധാനവും സൊസൈറ്റൽ കൾച്ചറും തീരുമാനിക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമി SDPI അല്ല. ഇവിടുത്തെ മലയാളികൾ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ് എല്ലാം ഒറ്റക്കെട്ടായിട്ട് തീരുമാനിക്കും സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇത് SDPI അല്ല ചെയ്യേണ്ടത്, ഇത് ശിവൻകുട്ടി അല്ല ചെയ്യേണ്ടത്, ഇത് ജമാഅത്തെ ഇസ്ലാമി അല്ല ചെയ്യേണ്ടത്, ഇത് കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി അല്ല ചെയ്യേണ്ടത്. ഇവിടുത്തെ മലയാളികൾ തീരുമാനിക്കും.